അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫ്ലേവേഴ്സ് ആൻഡ് സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദിൽ ഖാദ്രി എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷനയ എന്ന് പറയുന്ന അത്തറിന്റെ റിവ്യൂ ആയിട്ടുണ്ട്. ഷനയ ഇതിനു മുമ്പ് നമ്മളൊരു അത്തറിന്റെ റിവ്യൂ ഇതിനകത്ത് ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലാവിഷ് മസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തടുത്തും പറയാനുള്ളത്, നിങ്ങളെല്ലാ യൂട്യൂബ് ചാനൽസിനെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയ്ക്കൊക്കെ ഒരുപാട് ലൈക്ക് കുറവാണ് കിട്ടുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ചാനൽ വളരണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഇതിപ്പോ എൻ്റെ കയ്യിലിരിക്കുന്ന 12 ml ബോട്ടിലാണ് ഇരിക്കുന്നത്. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഇതിന്റെ ബോക്സിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഷനയ എന്നാണ് ഈ അത്തറിന്റെ പേര്. ഇതുപോലുള്ളൊരു കാർഗോയ്ക്കകത്താണ് വരുന്നത്. ചെറിയൊരു ബോക്സിലാണ് വരുന്നത്. ഇതൊരു റോൾ ഓൺ പെർഫ്യൂമാണ്. ഇതിന്റെ കോർക്ക് ടൈറ്റ് ചെയ്ത് അടച്ചാണ് സംഭവം വരുന്നത്. നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യണം. ഷനയ കമ്പനിയുടെ പേര് ആദിൽ ഖാദ്രി എന്നുള്ളത്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഇതിപ്പോ ഞാൻ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച ഞാൻ ഈ അത്തർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഈ അത്തറിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാരും, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേറൊരു അഭിപ്രായമായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട്, ഇപ്പൊ ഞാൻ മലയാളത്തിൽ ഇതിന്റെ റിവ്യൂ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആരും അങ്ങനെ ഇട്ടതായിട്ട് കണ്ടിട്ടില്ല. തമിഴ്, ഹിന്ദിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ കമന്റ് ബോക്സിലൊക്കെ ഓരോരുത്തർക്ക് ഭയങ്കര നന്നായിരുന്നു എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അറിയില്ല, അത് പലർക്കും പല അഭിപ്രായമായിരിക്കും. പക്ഷെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ബോക്സ് പൊട്ടിക്കുമ്പോൾ മുതൽ നല്ല മണമാണ് ചുറ്റും പരക്കുന്നത്. ബോക്സ് പൊട്ടിക്കുമ്പോൾ മുതൽ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങും, പ്രത്യേകിച്ച് പെർഫ്യൂം ഉള്ളൊരു പ്രോഡക്റ്റ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒന്നുമില്ല പൈസയെങ്കിലും നമുക്ക് മുതലായി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംഭവം തരണം. അത് അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടണം. ഇതിന്റെ ഫ്രാഗ്രൻസിന്റെ കാര്യത്തിൽ എനിക്കൊരു കുറ്റവും പറയാനില്ല. ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ, ഇത് ഊതിന്റെ കോമ്പിനേഷൻ, ഊത് പിന്നെ ഇതിന്റെ എൻഡ് നോട്ട് എന്ന് പറയുന്നത് വാനിലയുടെ ഒരു ഫ്ലേവർ പോലെയാണ് തോന്നുന്നത്. ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇറക്കിയിരിക്കുന്നതെന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. അതായത് ഏജ്ഡ് ആയിട്ടുള്ളവർക്കല്ല. അതായത് ഒരു കോളേജ് പയ്യന്മാർ അല്ലെങ്കിൽ ഒരു സ്കൂൾ പയ്യന്മാർ അങ്ങനെയൊക്കെയുള്ള അത് ലേഡീസിനും ജെന്റ്സിനും ഉപയോഗിക്കാം ഈ അത്തർ. ഇതൊരു യൂണിസെക്സ് അത്തറാണ്. പക്ഷേ നമ്മൾ അത്തർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടണ്ടേ. നമുക്ക് മിനിമം ഒരു ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കിട്ടണ്ടേ. ഇത് അതുപോലും കിട്ടുന്നില്ല. എൻ്റെ അഭിപ്രായമാണ്, അതുപോലും കിട്ടുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ഒരു എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാത്രമുള്ള ഒരു സംഭവം എന്നല്ലാതെ ഇത് അങ്ങനെ നമ്മൾ അത്ര അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷെ ഇതിന്റെ നമ്മൾ ഈ ബോട്ടിലൊക്കെ സ്മെല് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഇതിന്റെ ഊതിന്റെ മണമൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. പക്ഷെ പ്രൊജക്ഷൻ ഇല്ലാതെ പിന്നെ എന്തിനാണ് ഈ പ്രോഡക്റ്റ്? പ്രൊജക്ഷൻ കിട്ടണം. നമ്മൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുമ്പോഴായാലും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇത് ഫീൽ വരണമെങ്കിൽ നമ്മൾ അടിച്ചിരിക്കുന്ന സാധനത്തിന് പ്രൊജക്ഷൻ വരണം. അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് 12 ml ഇതിന്റെ പ്രൈസ് വരുന്നത് 565-70 അല്ലെങ്കിൽ 600 താഴെയാണ് ഇതിന്റെ 12 ml പ്രൈസ് വരുന്നത്. പക്ഷെ അതിന്റെ വർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് നോൺ ആൽക്കഹോളിക് ആണ്. അതായത് 100% എസെൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. എന്ത് എസെൻഷ്യൽ ഓയിലായാലും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് പെർഫ്യൂം പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രൊജക്ഷൻ കിട്ടണം. അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിയിട്ട് യാതൊരു കാര്യം ഇല്ല എന്നുള്ളത്. പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. ഇതിന് ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ ലാവിഷ് മസ്ക് എന്ന് പറയുന്നത്, ഇതിനേക്കാളും കുറച്ചും കൂടെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട് ഇത്. പക്ഷെ എന്നാൽ ഈ ഷനയ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഈ കമ്പനി ഒരുപാട് അഡ്വർടൈസ്മെന്റ് കൊടുത്താണ്. ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്നൊക്കെ പറഞ്ഞാണ് ഇവരിട്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയും നമ്മൾ കൊടുത്ത പൈസക്ക് ഇത് വർത്താവുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ഇതിന്റെ സെയിം ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പെർഫ്യൂമാണ്. ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഖത്താറത്ത് അൽ അൻബർ എന്നുള്ളതാണ്. ഇത് മെയ്ഡ് ഇൻ UAE ആണ്.
ഈ പെർഫ്യൂം ഇതിന് ഇന്ത്യയിൽ ഒരു 2000 രൂപയ്ക്കകത്ത് വില വരും. ഇതിന് ഇന്ത്യൻ മണി 2000 രൂപയ്ക്കകത്ത് ഇതിന് വില വരും. പക്ഷേ സെയിം സാധനം ഇതിൻ്റെ ഫ്രാഗ്രൻസ് തന്നെയാണ് ഈ സ്പ്രേക്ക് കിട്ടുന്നത്. കുറഞ്ഞത് ഒരു 2.5-3 മണിക്കൂറെങ്കിലും ഇങ്ങനെ അറ്റം കുറഞ്ഞത് പ്രൊജക്ഷൻ നമുക്ക് അതിൻ്റെ ഒരു ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ വാനിലയുടെ എൻഡ് നോട്ട് ഇതിനകത്തില്ല. ഇത് ത്രൂ ഔട്ട് ഊതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് നമുക്ക് കിട്ടും. ഇത് വാനിലയാണ് നമുക്ക് ഇതിൻ്റെ എൻഡ് നോട്ട്. അടിക്കുമ്പോൾ ഫസ്റ്റ് അപ്ലൈയിൽ നമുക്ക് ഊത് കറക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു 5 മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഊതിൻ്റെതും ഇല്ല, ഒന്നിൻ്റെ ഒരു ഇതില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഷർട്ട് നമ്മളിങ്ങനെ ഒന്ന് നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇതിന് യാതൊരു തരത്തിലുള്ള പ്രൊജക്ഷനും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനിത് എൻ്റെ വ്യൂവേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളാരും എൻ്റെ അഭിപ്രായത്തിൽ നല്ല പ്രൊജക്ഷൻ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച് മേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന് മുതിരാത്തതാണ് നല്ലത്. എനിക്ക് തോന്നുന്നില്ല. ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ ഗൾഫിലുണ്ടെന്നില്ല, അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയ സാധനം. പക്ഷെ കുറച്ചുകൂടെ പൈസ ഇത് വാങ്ങിക്കുന്നതിൻ്റെ കുറച്ച് ഇരട്ടി പൈസ, കുറച്ചുകൂടെ പൈസ കൊടുത്ത് ഇത് വാങ്ങാമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഉപയോഗമുണ്ട് സംഭവം. ഇത് സത്യം പറഞ്ഞാൽ കൊടുത്ത പൈസ പോയി എന്ന് കൂട്ടിയാൽ മതി. പക്ഷെ ഇതിനേക്കാളും ഉപയോഗമുണ്ട് ഈ സംഭവം. ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പ്രായമായവർക്ക് ഉപയോഗിക്കാം, ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കാം, ഇത് ലേഡീസിന് ഉപയോഗിക്കാം, ജെൻസിന് ഉപയോഗിക്കാം. വർത്താണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് ഈ വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഈ ആദിൽ ഖാദിരി എന്ന് പറയുന്ന കമ്പനിയുടെ 5 അത്തർ നമുക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ ഓൾറെഡി ചെയ്തു. ഇതിപ്പോൾ 2ാമത്തതാണ്. പക്ഷെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറുതെ നോക്കണോ വേണ്ടേ, വെറുതെ നമ്മൾ വാങ്ങിച്ച് ഇതാക്കണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ. പക്ഷെ ഇതിൻ്റെ ഇപ്പോൾ പുതിയൊരു സാധനം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഷനയ ഗോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ന്യൂ അറൈവൽ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവരുടെ വൈറ്റ് ഊത് എന്ന് പറയുന്ന ഒരു അത്തർ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാനൽ വളരണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രഷറായിട്ടുള്ള നിങ്ങളാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ചാനലിൽ ചെറിയൊരു കുക്കിംഗ്, അതായത് നാടൻ രീതിയിലുള്ള ആഹാരങ്ങൾ, ഇതെല്ലാം നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ.